ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിസ്ലേഴ്സ് ആണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ നമുക്ക് അറിയാൻ പറ്റും നല്ല ശബ്ദത്തോട് നല്ല സ്മോക്കി ആയിട്ടുള്ള വരുന്ന ഒരു ഡിഷാണ് സിസ്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്ലേഴ്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സിസ്ലേഴ്സിൻ്റെ ട്രേ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ തവയോ ഉപയോഗിച്ചിട്ട് ഈ സിസ്ലേഴ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാലും നല്ല ശബ്ദത്തോടെ നല്ല സ്മോക്കി ആയിട്ട് വരുന്ന ഒരു ഡിഷാണ് സിസ്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസും ചിക്കനും മീറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള റെസിപ്പിയിൽ ഇത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു 250 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ബീഫ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ ബീഫ് കറി ഉണ്ടാക്കുന്ന സമയത്ത് അതിലിട്ട് വലിയൊരു പീസ് വേവിച്ച് വെച്ചായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ചിക്കനൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി മാത്രം ചേർത്താൽ മതി കേട്ടോ, ഇഞ്ചിയുടെ ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സോയ സോസ് ചേർക്കുമ്പോൾ നോക്കുക, ഉപ്പ് സോയ സോസിൽ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പ് മാത്രം പിന്നീട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു തവയിലേക്ക് കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട. അപ്പോൾ ഈ ഒലിവ് ഓയിലിലേക്ക് ഞാൻ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തവ ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിൽ ചേർക്കണ്ട. അപ്പോൾ ഈ ചിക്കനൊക്കെ ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബാർബിക്യൂ സോസും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. സോസ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിവിടെ ബാർബിക്യൂ സോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു സ്മോക്കി ഫ്ലേവറാണ് ബാർബിക്യൂ സോസിന് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം അവോയ്ഡ് ചെയ്യാം, സോസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ തവയിലേക്ക് തന്നെ ഞാൻ കുറച്ചുകൂടെ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ബാർബിക്യൂ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമ്മൾ ഈ ബാർബിക്യൂ സോസൊക്കെ നന്നായിട്ട് ബീഫിൽ പിടിച്ച് വരണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബീഫ് വേവിച്ച് വെച്ചാണ്. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് എന്തായാലും. അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് വേവിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളല്ലാതെ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇത് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുകയാണ്, ഒരു എരിവിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോസൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്കിതൊന്ന് തവയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടോ, നല്ലൊരു സ്മെല്ലും ഉണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പം ബാർബിക്യൂ സോസ് ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് സിസ്ലേഴ്സിൻ്റെ ട്രേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ റെസ്റ്റ് പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഞാനിതിൽ മെഴുക്ക് തടവി എടുത്ത് വെക്കാറാണ്. അപ്പോൾ ഇതുപോലെയാണ്, നല്ല വെയിറ്റുള്ളൊരു കല്ലാണ്. അതിൻ്റെ താഴെ ഇതുപോലെ ഒരു വുഡിൻ്റെ ട്രേ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് പിടിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ തവ ഇങ്ങനെ ഇരുമ്പായതുകൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഈ തവയുടെ മേലെ വെച്ചിട്ടാണ്. പിന്നെ ഇത് നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റിൻ്റെ അത്രയും, നമ്മൾ ചോറ് കഴിക്കുന്ന ഒരു പ്ലേറ്റിൻ്റെ അത്രയും വലുപ്പമുണ്ട് ഇത്. അപ്പോൾ നമുക്ക് ഒരു 6 ആൾക്കുള്ള സിസ്ലേഴ്സൊക്കെ നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റും. അത്രയും വലുപ്പമുള്ള ട്രേ ആണ്. അപ്പോൾ ഈ ട്രേ നമുക്ക് നന്നായിട്ടൊന്ന് കത്തിച്ച് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു അടുപ്പിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ തവ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു എഗ്ഗ് ഒന്ന് ബുൾസൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു മുട്ട പൊട്ടിച്ച് ഒരു തവയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഞാൻ ഒലിവ് ഓയിലാട്ടോ അതിൽ ചേർത്തതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ല ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ തവയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ബേസായിട്ട് ക്യാബേജിൻ്റെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് നമ്മൾ വെജിറ്റബിൾസൊക്കെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ അതെല്ലാം കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഈ ഇല ആദ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ക്യാബേജിൻ്റെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ഫ്രോസൺ വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഐസൊക്കെ പോയപ്പോൾ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങളിത് വേവിച്ചെടുക്കൊന്നും വേണ്ട, ഇത് നന്നായിട്ട് തന്നെ കുക്കായി വരും. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കന് അതൊരു സൈഡിലേക്ക് ചേർത്ത് കൊടുക്കുക. ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു സൈഡിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്രൊക്കോളി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും വെള്ളം മാത്രം ചേർത്ത് വേവിച്ചതാണ് കേട്ടോ. ഒന്ന് ബോയിൽ ചെയ്തെടുത്തതാണ്, ഒരുപാട് ഓവർ കുക്കായിട്ടൊന്നുമില്ല. അപ്പോൾ അതും കൂടെ ഞാനിതിൻ്റെ ഒരു സൈഡിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ബ്രൊക്കോളി. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനത്തെ ഗ്രില്ലഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടെ ഇടുമ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ കഴിച്ചോളും. അപ്പോൾ ബ്രൊക്കോളിയും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ട നന്നായിട്ട് സ്മോക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലും ഉണ്ട്, കാരണം ഈ വെജിറ്റബിളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തത് ഇപ്പോൾ തന്നെ നന്നായിട്ട് ചൂടൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും വരുന്നുണ്ട്. ഞാനിതിന് മേലേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട, കുറച്ചൊരു ഭംഗിക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാനിതിൻ്റെ മേലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ബട്ടർ ഇടുമ്പോഴാണ് അതിൻ്റെ നല്ല സ്മോക്കും അതുപോലെ തന്നെ ആ സൗണ്ടും വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു കഷ്ണം ബട്ടർ ആ തവയിലേക്ക് എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു സൗണ്ടും അതുപോലെ തന്നെ ആ സ്മോക്കും എല്ലാം കൂടെ വരും. അപ്പോൾ നമ്മുടെ സിസ്ലേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റിയാണിത്. നമുക്ക് ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ചെമ്മീൻ്റെ ആ ഒരു സിസ്ലേഴ്സും കൂടെ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായതെന്നുള്ളത് എന്നോട് പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.